AI-യുടെ പവർ. നമസ്കാരം. കേരളത്തിൽ ഇപ്പൊ ഉടനീളം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, ഇതൊരു മനുഷ്യനല്ല ഉണ്ടാക്കിയത്. ആ ഫേസിന്റെ ഒക്കെ എക്സ്പ്രഷന്റെ ഒരു ഇച്ചിരി വ്യത്യാസം കൂടെ വന്ന ഇത് ഒറിജിനലാന്ന് വിചാരിച്ചാൽ ഇത് തന്നെ ഒറിജിനലാന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഞാൻ ഞങ്ങളുടെ ഒരു വല്യമ്മ ഇവിടെ വന്നിട്ട് ഒരു വലിയ തിരമാല അടിക്കുന്ന വീഡിയോ കണ്ടിട്ട് ആർക്ക് വായിക്കുകയോ വാങ്ങാൻ പോവാമേ എങ്ങനല്ലേ മനുഷ്യന്റെ ഓരോ ബുദ്ധി അടുത്ത അപരാധം. മോനെ ജോലിയൊന്നും ആയില്ലേ? തന്റെ തന്തയാണോ അപരാധി? എനിക്ക് ചെലവിന് തരണേ മോനെ. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ട. എന്നാ നിന്റെ മോളെ കെട്ടിച്ചതാ പുണ്ടേ. നമ്മുടെ പണ്ടത്തെ മലയാളത്തിലെ കടങ്കഥയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഇല്ലേ AI ഉണ്ടെങ്കിൽ നേരിട്ട് പറയാൻ പറ്റാത്തത് AI-ലെങ്കിലും പറഞ്ഞു തീർക്കല്ലേ. മുടി വളരാനുള്ള എണ്ണയല്ലേ ഇത്? അതെ. ഇത് മുടിയിലല്ലേ തേക്കണ്ടേ? അല്ല, നിന്റെ അച്ഛന്റെ ഈ തെറി വിളിക്കുന്നതൊക്കെ എങ്ങനെ നമ്മുടെ തന്നെ ഒരു സ്ലാങ് AI കൊണ്ട് വിളിപ്പിക്കുന്നത്? സത്യം പറഞ്ഞ വീഡിയോഗ്രാഫേഴ്സിന്റെ ജോലി പോയി. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നല്ല സ്ഥലത്ത് പോകണ്ട, നല്ല സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കണ്ട, ഇതൊക്കെ AI തന്നെ ചെയ്തോളൂ. ഞാൻ ഈ തണ്ണിമത്തൻ ഈ വാഴയിൽ കൊലച്ചു നിൽക്കുന്നതിന്റെ രഹസ്യം എന്താ? ഇവിടുത്തെ കുറച്ച് കൊച്ചുമ ചെയ്ത പരിപാടിയാണ്. പഴഞ്ചൊല്ല് എഴുതാൻ ടീച്ചർ പറഞ്ഞപ്പോൾ വണം വിട്ടും ഓണം ഉണ്ണണം എന്ന് എഴുതി വെച്ച അർജുൻ അക്ഷരതെറ്റിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഉണ്ടാക്കുന്ന അർജുൻ അക്ഷരത്തെറ്റ് പറഞ്ഞ ഓരോ വാക്കിലും ഓരോ അപരാധമുണ്ട്. ഒന്നാമത്തെ വിട്ട് ഓണം ഉണ്ണണം, അവന്റെ പേര് അർജുൻ അക്ഷരത്തെറ്റ്. ഇത്രയും അധ്വാനിച്ചതിന്റെ ഫലമായി ഈ വാഴപ്പഴം കഴിക്കുമ്പോ സ്വയം അഭിമാനം തോന്നുന്നുണ്ടോ? അതിന് എന്റെ വാഴകളല്ല മോളെ, അപ്പുറത്തെ ദിവാകരന്റെയാണ്. ഞാൻ ടേസ്റ്റ് നോക്കാൻ വന്നത്. അപ്പൂപ്പന്റെ ഒക്കെ ആ ഒരു സംസാരം കറക്റ്റ് ഇവിടുത്തെ ജംഗ്ഷനിൽ ഇരിക്കുന്ന കൊച്ചാട്ടന്റെ സെയിം. എങ്ങനെ AI-ക്ക് ഇതൊക്കെ മനസ്സിലാവുന്നു? അപ്പൂപ്പന് ഗ്യാസ് ആണെന്ന് അറിഞ്ഞ അമൽ എന്ന യുവാവ് അപ്പൂപ്പന്റെ അണ്ണാക്കിൽ തിരിയിട്ട് കത്തിച്ചു കൊന്നു. അത് പറയാതെ ഉള്ള ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ. ഈ വീഡിയോ ഒക്കെ ഇവിടുത്തെ അമ്മമാരും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഒറിജിനലാണ്. അവർ വിചാരിക്കും ഇതാ മക്കളെ കല്യാണത്തിന് ആള് കൂടുമെന്നറിഞ്ഞു ഇതൊന്നും ശരിക്കും ഇല്ലാത്ത ആൾക്കാരല്ലേ ഈ ലോകത്ത്. ഏറ്റവും ഇഷ്ടം ആദ്യം തൊട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആൾക്കാരല്ലേ. പെൺകുട്ടികൾ നോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോ എന്ന് തന്നെയാണ്. പിന്നെ ആൺകുട്ടികൾ നോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നാണോ? ഡിസ്കോഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട അപരാധങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ തീർത്തും കടലിൽ തിരമാലയടിച്ചപ്പോൾ തിരിച്ചടിക്കാൻ പോയ ഹരിക്കലിപ്പനെ കാണാനില്ല. തിരച്ചിൽ തുടരുന്നു. കടലിൽ തിരമാല അടിച്ചപ്പോ തിരിച്ചടിക്കാൻ പോയോ? തുടരും സിനിമ കണ്ട് മോഹൻലാൽ ചാടിയതുപോലെ ചാടാൻ നോക്കിയ വിഷ്ണുവിന്റെ ചുക്കാമണി കുത്തി താഴെ വീണു. ലോകത്തുള്ള എല്ലാ വിഷ്ണു കമന്റ് സെക്ഷനിൽ വന്ന് നമ്മളെ ഒന്നിച്ച് പ്രാവുന്നുണ്ട്. എനിക്ക് രാത്രി ഇതാ ജോലി. ഒരു ദിവസം ഞാൻ 5000 രൂപ ഉണ്ടാക്കും. ഇവിടെ 5000 രൂപയോ? അഖില് കോഴ്സ് ചെയ്തിട്ടാണോ പോയത്? ഇതിന് അണ്ടർ ദ ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം. അതിന് അഖിലിന്റെ റെക്കമെൻഡേഷൻ വേണ്ടി വരും. അപ്പൊ ഈ AI നമ്മുടെ ജോലി എളുപ്പമാക്കുന്നു, അല്ലാതെ നമ്മളായിട്ട് അലട്ടുകയും ചെയ്യും. അഖില്, വിഷ്ണു, അക്ഷയ് ഇവരെ എല്ലാരും AI അലട്ടുക. വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുവാന്ന് പറഞ്ഞ അഖിലിനെ കാണാതായി. അവസാനം എറണാകുളം ബസ് സ്റ്റോപ്പിൽ നിന്നും സാരി ഉടുത്തു നാട്ടുകാർ പിടികൂടി. ചേട്ടാ, ഇതൊരു പബ്ലിക് ചലഞ്ച് ആണേ. ചേട്ടാ, ഇതൊരു തരം പൊടിയാണേ. ഇതിൽ നിന്ന് ഓരോ ലൈൻ വലിക്കുമ്പോഴും നിങ്ങൾക്ക് ഞാൻ 5000 രൂപ വെച്ച് തരും. ഇത് AI-യുടെ കൊച്ചി ബ്രാഞ്ചാന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ട ഒറിജിനലാന്ന് തോന്നുള്ളൂ. തോട്ടിന്ന് ഡോൾഫിനെ കിട്ടി. ഇത് എങ്ങനെ വന്നേന്ന് ചോദിക്കരുത്, ഞാൻ വെറുതെ കഴുകാൻ എടുത്തതാ. ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ട ശരിക്കും ഒറിജിനലാന്ന് പറയും. ഇതിന്റെ ബാക്കിൽ കൂടെ നമ്മൾ 1 കിലോ ബിരിയാണി ഇട്ട് കൊടുക്കണം. എന്നാ ഒരു സ്വിച്ച് ഇട്ടാ ബിരിയാണി മുമ്പിലൂടെ പ്ലേറ്റിലേക്ക് ചാടും. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ AI-ക്ക് ബിരിയാണി ഉണ്ടാക്കാനാണോ പാട്? പോയി കൈപുണ്യത്തിന്റെ ഒക്കെ കാലം തീർന്നു. ഇനി AI വന്നു. ഇനിയും ബൈനറി പുണ്യം, ഇനിയും കോഡിംഗ് പുണ്യം, ഇതൊക്കെ ആയിരിക്കും. ചാടി വാ മൊണ്ണേ. പക്ഷെ AI വെച്ചുണ്ടാക്കിയ ആനയ്ക്ക് കാര്യമില്ല. ഇത് കണ്ണൂരിൽ നിന്നുള്ള എന്റെ കൂട്ടുകാരൻ തന്ന സമ്മാനമാണേ. അയ്യോ, പൊട്ടും പൊട്ടും. എങ്ങനെയുണ്ടെന്ന് പൊട്ടിയില്ലേ? എനിക്ക് BSNL ജോലി കിട്ടി. ഈ ടവറിന് മുകളിലിരുന്ന് ആന്റിനെ കൊത്താൻ വരുന്ന കാക്കയെ ഓടിക്കാന്നാണ് പണി. എന്തായാലും ജീവിതം കൊണ്ട് വലിയ പ്രയോജനമില്ല. ഇതുപോലെ വല്ല ജോലിയും കിട്ടിയാലും നല്ലായിരുന്നു. ആന്റീനെ കൊത്താൻ വരുന്ന കാക്കയെ ഓടിക്കുക. ഇടവാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞേ ഇരിക്കത്തുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. പട്ടിയൊക്കെ AI ആണോ? ഇത് ശരിക്കും ഒറിജിനലായിട്ട് തോന്നുന്നു. ഇത് മൊത്തം ആ തെങ്ങ്, ആ മണ്ണ്, ആ വെയിലടിക്കുന്നത്, ഇതൊക്കെ പട്ടിയുടെ വാലിന് വലിയ വളമൊന്നും ഇല്ലല്ലോ. നീ പട്ടിയുടെ വാലിനകത്ത് തന്നെയാണോ കുഴലിട്ടെ?